ഹലോ വെൽക്കം ബാക്ക്. ഞാനിതൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നേക്കണം. അതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞായിരിക്കും ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പക്ഷെ ഇത് ക്രിസ്മസ് ഡേക്ക് ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യണം, ഞങ്ങൾ പുറത്തോട്ടൊന്നും പോകുന്നില്ല. കാര്യം ഇവിടെ ഷോപ്സും കാര്യങ്ങളും ഒക്കെ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പം ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് ഇന്ന്. ഞങ്ങൾ 3 പേരും കൂടി ഇന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ എന്തൊക്കെയാണ് കഴിക്കണത്, പിന്നെ ക്രിസ്മസ് ഡേയുടെ ഞങ്ങൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പന്തലിൻ്റെ മട്ടാഞ്ചേരി സ്പൈസസ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇതാണ് കേട്ടോ കട്ട് ചെയ്യാൻ പോണത്. ഞങ്ങൾ ഫസ്റ്റ് ബേക്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചത്. പിന്നെ ബേക്ക് ചെയ്യാനേക്കാളും പാല് പറഞ്ഞ് മട്ടാഞ്ചേരി സ്പൈസ് കഴിക്കാൻ കൊതിയാവണമെന്ന് പറഞ്ഞത്. എന്തായാലും നാട്ടിൽ പോയി ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് പറ്റിച്ചു. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾ ഫുള്ള് വാച്ച് ചെയ്യുന്ന വിശ്വസിച്ച് സപ്പോർട്ട് ചെയ്യണതിന് ഒരുപാട് താങ്ക് യു. സോ താങ്ക്സ്. അപ്പോൾ വീഡിയോ കേക്ക് കട്ട് ചെയ്യണതൊക്കെ വീഡിയോയിൽ കാണാം. അപ്പോൾ എഴുന്നേറ്റിൽ ഫേസ് വാഷ് ചെയ്ത് പല്ല് തേച്ച് അത് കഴിഞ്ഞിട്ട് മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതേ ഞാനും സാക്കും കൂടി കിച്ചണിലേക്ക് പോണേന്. അപ്പോൾ നമ്മൾ എന്തുണ്ടാക്കാൻ പോണേന്ന് നോക്കിക്കേ, നോക്ക്. എൻ്റെ ഒപ്പം സാക്കു അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കണല്ലോ. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം എന്താ പറയേണ്ടത്? താങ്ക് യു ഗോഡ്. നമുക്ക് കഴിക്കാം ക്രിസ്മസിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. സോ നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വെച്ചേക്കുന്നത് അപ്പം, ബ്രെഡ്, ചില്ലി പോർക്ക്, മട്ടൺ സ്റ്റൂ കൂടിയാണ്. അതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അപ്പവും മട്ടൺ സ്റ്റൂവും പോർക്കും കൂടിയാണ് കഴിച്ചത്. നമ്മൾ ബ്രെഡ് കഴിച്ചില്ല. പിന്നെ കോഫിയും. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓരോന്ന് എടുക്കണേ കേട്ടോ. അതിന് നമ്മളിവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്തത്. കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് ഞാൻ എല്ലാ വീഡിയോസും ഓരോ ഷോർട്സിൽ ഇടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോസൊന്നും ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ എല്ലാവരുടെയും ക്രിസ്മസ് അടിപൊളിയായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിത് ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ഇടുന്നത്. പിന്നെ കുറേ ക്ലിപ്സ് എനിക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാനിത് 3 ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടൊക്കെ ഇട്ടേക്കണത് കേട്ടോ. അന്നമ്മ വന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലുണ്ട്. ഞങ്ങൾ പുറത്ത് പോകുന്ന വീഡിയോസ് എല്ലാം നമ്മളിതിൽ ഈ ക്ലിപ്സ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും അത് എൻജോയ് ചെയ്ത് കാണാം. അങ്ങനെ ഞങ്ങൾ കേക്കെല്ലാം കട്ട് ചെയ്ത് നമ്മളിവിടെ എല്ലാവരും ക്രിസ്മസ് ഗിഫ്റ്റ് പ്ലാൻ ചെയ്തായിരുന്നു. അപ്പം അവർക്ക് വേണ്ടി ഗിഫ്റ്റായിട്ട് ഞങ്ങൾ ഒരു വൈനും കുറച്ച് ചോക്ലേറ്റ്സും 2 കേക്കിൻ്റെ പീസുമാണ് കൊടുക്കണത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഞങ്ങളുടെ ഫ്ലാറ്റിലുള്ള എല്ലാവർക്കും അങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ചാണ് കാണിക്കുന്നത്. അപ്പം ലഞ്ച് കഴിക്കണേയും കൂടി നിങ്ങൾ കണ്ടോളൂ. പിന്നെ ഫുള്ളായിട്ട് ഞാൻ ഇന്ന് ക്രിസ്മസിൻ്റെ വ്ളോഗ് എടുത്തില്ലായിരുന്നു. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ ലഞ്ച് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. അപ്പം കാണിച്ചു തരാം കേട്ടോ. റൈസ്, ഡക്ക്, ഇത് ലിവർ ഫ്രൈ, മീൻ കറി, പോർക്ക്, ചില്ലി പോർക്ക് ആട്ടോ. പിന്നെ മാംഗോ കറിയും കൂടി, മാങ്ങക്കറിയും കൂടി, അങ്കമാലി സ്റ്റൈൽ മാങ്ങക്കറി. പിന്നെ ഇതിലാകെ ഞാൻ ഇത് മാത്രമേ കുക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാം ബാലുവിൻ്റെ സ്പെഷ്യലാട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇത് കഴിച്ചിട്ടില്ല, കഴിക്കാൻ വേണ്ടി ഇരിക്കണം. എനിക്കിത് കാണുമ്പോൾ തന്നെ കൊതിയാവണം. ബാക്കിയെല്ലാം ബാലുവാണ്. ആകെ ചില്ലി പോർക്ക് ഞാൻ ഇന്നലെ വർക്ക് കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുക്ക് ചെയ്തെടുത്ത കാര്യം. ഞാൻ വർക്കിന് പോയപ്പോഴേക്കും ഇത് ഇന്നത്തെ ഒരു ദിവസം ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് വിചാരിച്ചു. ബിക്കോസ് ഞങ്ങൾക്ക് അങ്ങനെ ഓഫൊക്കെ ഉള്ളതുകൊണ്ട്, ലൈക്ക് ബാലു വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓഫും, ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ബാലു ഓഫും, അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങളെല്ലാം ഇന്നലെ തന്നെ സെറ്റ് ചെയ്തു കേട്ടോ. അപ്പം അത്രയുള്ള ബാക്കി കഥകൾ അടുത്തതിൽ പറയാം. ഞങ്ങളൊന്ന് കഴിച്ചിട്ട് വരാട്ടെ. സോ അത്ര ഉണ്ടായിരുന്നത് ഞങ്ങളുടെ ക്രിസ്മസ് ഡേ. ഇത് 26 ആണ്. പിറ്റേ ദിവസത്തെ വ്ളോഗാണ് നമ്മൾ കാണിക്കുന്നത്. ഓരോ ക്ലിപ്പും ഞാൻ സത്യം പറഞ്ഞ ഡേ ഇൻ മൈ ലൈഫാന്ന് പറഞ്ഞിട്ട് പിന്നെ മറന്നു പോയിട്ട്, അതുകൊണ്ടാണ് ഈ ക്ലിപ്പും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് പിറ്റേ ദിവസം പോയായിരുന്നു. ബിക്കോസ് ഞങ്ങൾ ഗിഫ്റ്റ്സ് ഒന്നും എക്സ്ചേഞ്ച് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നു പോയത്. അപ്പോൾ നന്നായിട്ട് ഞങ്ങൾ പർച്ചേസ് ചെയ്തായിരുന്നു. പിന്നെ പർച്ചേസിങ്ങിൻ്റെ ഒരു ഹോള് ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും പോയി കാണാട്ടോ. വീഡിയോസിലുണ്ട്, ലോങ് വീഡിയോസിലാണ് ഇട്ടേക്കുന്നത്. ആ ക്ലിപ്പ് നിങ്ങൾക്ക് പോയി കാണാം. അപ്പം നല്ല രീതിയിൽ ഞങ്ങൾ പർച്ചേസ് ചെയ്ത കാര്യം, ഞങ്ങൾ ഗിഫ്റ്റ് കുറച്ച് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ പോയാൽ പിന്നെ അത്യാവശ്യം നല്ലോണം ഷോപ്പ് ചെയ്യണ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷോപ്പ് ചെയ്ത് പിന്നെ എപ്പോഴും പോകണം. ഞങ്ങൾ ഗെയിംസ്, ആക്കുവിന് ഇഷ്ടമുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഗെയിംസ് എല്ലാം കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആകെ ടയേർഡായിരുന്നു. അപ്പോൾ അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് എത്തി. പിന്നെ അന്നമ്മയെല്ലാം വന്നു നൈറ്റ്.
പിന്നെ 27th എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ കാണുന്നത് 28th ആട്ടോ. അപ്പം അതിൻ്റെ കൂടി കുറച്ച് ക്ലിപ്സ് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് കോഫി ഇഷ്ടമല്ല, അതുകൊണ്ട് ടീ ആണ് നമ്മളും കുടിക്കാൻ പോകണം. ഞാനാണെങ്കിൽ കോഫി പേഴ്സണാണ്, പക്ഷേ നമുക്ക് ടീ ആയതുകൊണ്ട് ഓക്കെ നമുക്ക് എല്ലാവർക്കും ടീ കുടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ടീ കുടിക്കണം. കുറച്ച് ക്ലിപ്സാണ് കയറുന്നത്. ഞാൻ ഇത്രയും ചിരിച്ച് ആക്ഷൻ കാണിക്കുന്നത് എൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന് ബാലു എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കണതുകൊണ്ടാണ് ഇത്രയും ഓവർ ആക്ഷൻ. പിന്നെ ഞാൻ ഈ ക്ലിപ്പ് ചുമ്മാ ആഡ് ചെയ്തതാണ്, കണ്ടപ്പോൾ ചുമ്മാ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് ആഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ അറിയാമല്ലോ വ്ളോഗ് എടുക്കണത് വീണ്ടും മറന്നു പോയതുകൊണ്ട് കുറച്ച് ക്ലിപ്സ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞങ്ങളൊന്നും കഴിച്ചില്ല. അന്നമ്മക്ക് ബ്രെഡും ന്യൂട്ടെല്ലയും കൊടുത്ത് സാക്കിനും ഒരു ബ്രെഡും കൂടി കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് ഇത് വീഡിയോസ് പ്ലാൻ ചെയ്യണേന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേക്ക് എടുക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ടും പിന്നെ എടുക്കാൻ മറന്നുകൊണ്ടും ആ ക്ലിപ്പ് ആഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ പുറത്തോട്ട് പോണ ക്ലിപ്സ് ആയിരിക്കും നിങ്ങൾ ഇനി കാണുന്നത്. ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലിപ്പൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. എടുക്കാൻ പറ്റിയ അത്രയും ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ 3 പേരുടെ ഫോട്ടോസ് പൊതുവേ കിട്ടാറില്ല, അതുകൊണ്ട് ഞങ്ങളുടെ 3 പേരുടെ ഫോട്ടോസ് അന്നമ്മേനെ കൊണ്ട് എടുത്തു. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഇരുന്നപ്പോഴേക്കും അന്ന് വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്ത് കാണാത്തവർക്ക് ഷോർട്സിൽ പോയി കാണാം. ലൈഫ് എടുത്തിട്ട് ബാക്കിയുള്ളത് എടുക്കാൻ സത്യം പറഞ്ഞാൽ മറന്നു. ഈ കാര്യം സംസാരിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കണായിരുന്നു. ഇപ്പം രാവിലെ ഞാൻ ബാലും ഫുഡ് കഴിച്ചില്ല, ബ്രഞ്ചായിട്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങുന്നതിന് അന്നമ്മയും സാക്കിനും ഒരു ബ്രെഡും ന്യൂട്ടെല്ലയൊക്കെ കൊടുത്തിട്ട് ഞങ്ങളിപ്പം പുറത്തേക്ക് ഇറങ്ങണേണ്. അപ്പം വീഡിയോ കണ്ടാലോ അതെ വന്ന് ചെല്ലിയിലോട്ട് ഇനി ഞങ്ങൾ എവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോണു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സ്പൂൺ. നമുക്ക് എന്ത് വേണേലും സെലക്ട് ചെയ്ത് ഫുഡ് കഴിക്കാമല്ലോ. എന്നിട്ട് ഇവിടെയും കുറച്ച് ക്ലിപ്സ് എല്ലാം ഞങ്ങൾ വീഡിയോസ് റീൽസിന് വേണ്ടി എടുത്തുകൊണ്ടിരിക്കണതാട്ടോ ഈ കാണുന്നത്. ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ സത്യം പറഞ്ഞാൽ റീടേക്ക് ചെയ്തതാണ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി. പക്ഷെ ഞങ്ങൾക്ക് അഭിനയിക്കാൻ അറിയില്ല. നമുക്ക് സിനിമയിൽ അഭിനയിക്കാൻ നമ്മുടെ സ്കൂളിലോട്ടാണ്, അതുകൊണ്ട് ഞാൻ വീട്ടിലൊന്നും ഉണ്ടാക്കാഞ്ഞത്. അവിടെ നിന്ന് പറയരുത് അത് പറയാനല്ല. എന്ത് നാളെ എക്സ്പയർ ആവുന്നത് കൊണ്ടിട്ട് 2 ബ്രെഡ് കൊടുത്ത് ഞാൻ കൊടുത്ത് അന്നമ്മക്കും കൊടുത്ത്. എന്നിട്ട് അത് മൊത്തം ഞാൻ തിന്നു കൊടുത്തു, ഇല്ലെങ്കിൽ നാളെ അത് തന്നെ ഞാൻ തിന്നേണ്ട വരും. ഇതൊക്കെ ഇടാ നല്ല തൊടുപ്പാട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടി. ജാക്കറ്റൊക്കെ ഇങ്ങനെ സ്റ്റൈലൊക്കെ ഊരിയിട്ട് ഞാൻ മറ്റേ ഐസായിട്ട് അവിടെ ഇരിക്കണത്. എന്നിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം അവിടെ ഇവിടെ ഷോപ്സിലൊക്കെ കയറി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്പൂണിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറണേന് ഭയങ്കരമായിട്ട് എനിക്ക് വിശന്നു. കാരണം എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാതെ എനിക്ക് ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ എനിക്ക് ലഞ്ച് കഴിക്കാൻ പറ്റില്ല. നോർമലി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ നല്ല രീതിയിൽ കഴിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. കാര്യം നോർമലി ഞാൻ ഇവിടെ പോകുമ്പോൾ എപ്പോഴും സ്പൂണിലാട്ടോ. ഇവിടുത്തെ അടുത്തുള്ളൊരു റെസ്റ്റോറൻ്റാണ്. അപ്പം സ്പൂണിൽ പോകുമ്പോൾ എപ്പോഴും ഞാൻ അങ്ങനെ കഴിക്കാറില്ല. പക്ഷേ ഈ പ്രാവശ്യം എന്തായാലും കഴിക്കണം എന്ന് പറഞ്ഞുള്ള രീതിയിലാണ് ഞാൻ പോയത്. കാര്യം എല്ലാം ട്രൈ ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അത്യാവശ്യം ഞാൻ പണ്ടത്തെക്കാളും നല്ലോണം ട്രൈ ചെയ്തായിരുന്നു ഫുഡ്. ഞങ്ങൾ 3 പേരും കൂടി. സാക്കോ അവിടെ സാൻറ്റേനെ കണ്ട സന്തോഷത്തിൽ അവൻ വിചാരിച്ച ആ ഗിഫ്റ്റ് അവന് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവൻ നോക്കണേട്ട് അത് ട്രൈ ചെയ്യണേന് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കുറച്ച് നേരം അവൻ അവിടെ ഇരുന്ന് ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് കയറണേണ്. അത് കഴിഞ്ഞിട്ട് കുറേ വെറൈറ്റി ഓഫ് ഫുഡ്സ് എല്ലാം ഉണ്ട്. പല ടൈപ്പ് ഫുഡ്സ് ഉണ്ട്. ചൈനീസ് ഫുഡുണ്ട്, ഇന്ത്യൻ ഫുഡുണ്ട്, അങ്ങനെ കുറേ ടൈപ്സ് ഫുഡെല്ലാം ഉണ്ട്. നമ്മൾ ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാവുന്നതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം നല്ലോണം ട്രൈ ചെയ്തായിരുന്നു. അന്നമ്മയാണ് സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കഴിച്ച ഒരാൾ. ഞങ്ങൾക്കൊക്കെ കുറച്ചായപ്പോഴേക്കും ഞങ്ങളുടെ വയറൊക്കെ നിറഞ്ഞത്. പ്രത്യേകിച്ച് ആദ്യം വയറിറങ്ങുന്നത് എനിക്കാണ്. പിന്നെ സാക്കും അധികം കഴിച്ചൊന്നുമില്ല കേട്ടോ. ആദ്യം വയറിറങ്ങുന്നത് എനിക്കാണ്, പിന്നെ ബാലുവിന്, പിന്നെ അന്നമ്മയാണ് അത്യാവശ്യം ഇത് നല്ലോണം കഴിച്ചത്. ആ വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഷോർട്സ് നിങ്ങൾ കാണാത്തവർക്ക് പോയി കാണാം കേട്ടോ. നല്ല രസമായിരുന്നു. കാര്യം ക്രിസ്മസ് സത്യം പറഞ്ഞാൽ നമ്മൾ മാത്രമായിരുന്നെങ്കിൽ ഇത്രയും എൻജോയ് ചെയ്യാൻ പറ്റൂലല്ലോ. പക്ഷെ അവളും കൂടി ഉള്ളതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്ത് ക്രിസ്മസ് അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് കേട്ടോ. ഈ പ്രാവശ്യത്തെ കാര്യം അവളും കൂടി വന്നുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം എൻജോയ് ചെയ്ത്. കാരണം ഫുഡ്സൊക്കെ കാണാൻ എന്ത് രസമാണ്. ഇത് സൂഷി ഞാൻ കഴിക്കാറില്ല കേട്ടോ. പിന്നെ ഞാൻ കഴിച്ചത് സത്യം പറഞ്ഞാൽ എന്തൊക്കെ കഴിച്ചതെന്ന് പോലും ഞങ്ങൾ മറന്നുപോയി. ഒരുവിധം എല്ലാം ട്രൈ ചെയ്തായിരുന്നു, ഫുള്ളെല്ലാം. എന്നാലും
പറ്റുന്നതൊക്കെ ട്രൈ ചെയ്ത് ഞാൻ ഓരോ ചെറിയ ചെറിയ പീസ് ഇട്ട് കഴിഞ്ഞ് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിന് പോയായിരുന്നു. വയറ് നിറഞ്ഞ് എന്നാലും ഷോപ്പിങ്ങിന് പോയി. പിന്നെ ക്യാബ് വിളിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വീഡിയോസ് എടുത്തായിരുന്നു കേട്ടോ. ഈ ചലഞ്ച് വീഡിയോ കാണാത്തവർക്ക് വിസ്പർ ചലഞ്ചാണ് ചെയ്തേക്കുന്നത്. കാണാത്തവർ പോയി കാണൂ. അപ്പോൾ അത്രയല്ലായിരുന്നു ഞങ്ങളുടെ വീഡിയോ. നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ബൈ.